ഇന്ന് നമ്മൾ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പേര് കണ്ടെത്തിയിട്ട് വേണം. കണ്ടെത്താനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നു ഞാൻ. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് നമ്മളെ കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതാക്കാം. കാന്താരി മുളക് നമ്മൾ നടു കഷ്ണാക്കിയാണ്ട് ഇട്ടൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നമ്മളിങ്ങനെ ചെറുതാക്കിയിട്ടല്ല, ഒരു സ്ക്വയർ ടൈപ്പിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഉള്ളി ഒരു സ്ക്വയർ ടൈപ്പിലാണിട്ടുള്ളത്. അത് നമുക്ക് അടുത്തായിട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഉള്ളി വാടാൻ വേണ്ടി പെട്ടെന്ന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് വന്നത് ഇതൊന്ന് വാടി കിട്ടണം. വാടി വരട്ടെ. അപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇടണുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമ്മളെ മെയിൻ ഐറ്റം ഇടണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റൽമുളക് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. പൊടിച്ച് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെയ്താൽ വല്ല പൊടി ആവണ്ട, ഈ ഒരു രൂപത്തിൽ തന്നെ ആവണം. അതായത് നമ്മൾ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒരു കറക്കൽ കറക്കിയാൽ മതി. മിക്സിയിലിട്ട് വല്ല ഓവറായിട്ട് പൊടിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. മസാല ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർക്കാതെ മൂടി വെക്കാതെ അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് അടി പിടിക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കണം. ഉണ്ടാവണം. നല്ല കാറ്റുണ്ട്. തീയൊക്കെ വേറെ ഭാഗത്തൊക്കെ പോകണം കാറ്റടിച്ചിട്ട്.
സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പേര് നമ്മൾ തിന്നു നോക്കിയിട്ടൊന്ന് കണ്ടെത്തിയിട്ട് വേണം. സംഭവം കളറായിക്കുന്നത്. അതുപോലെ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് ഇതാവട്ടെ. നന്നായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്തായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഏകദേശം ചിക്കൻ ആയി തുടങ്ങിയിരിക്കണേ. ആ സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും. അതിന് പ്രത്യേക അളവൊന്നുമില്ല, നമ്മളിഷ്ടത്തിന് നമ്മളോണ്ട് ഇട്ടു നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളി സാധനമാണ്. ഏതായി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വാങ്ങി വെക്കാം. വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പേരില്ലാത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പേര് നിങ്ങളെ കണ്ടെത്താം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക തരം ഫ്രൈഡ് റൈസാണ്. ആ വീഡിയോ നമുക്ക് അടുത്ത ഇതിലിടാം. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. കഴിക്കാം പറയില്ലേ? സൂപ്പറായിരിക്കണം. അത് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിട്ടുണ്ട്.